1998-നും 2014-നും ഇടയിൽ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നടന്ന കൊലപാതക പരമ്പര. പെൺകുട്ടികളെയും സ്ത്രീകളെയും കൊന്നു കുഴിച്ചുമൂടി എന്ന വെളിപ്പെടുത്തൽ ആദ്യം ഒരു കെട്ടുകഥ പോലെ തോന്നിയെങ്കിലും മുൻ ശുചീകരണ തൊഴിലാളിയുടെ മൊഴികൾ അതീവ ഗൗരവമുള്ളതാണ്. ധർമ്മസ്ഥലയിൽ കുഴിച്ചുമൂടിയ ആ രഹസ്യങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം എത്തിയതോടെ കൊലയാളികൾ ഭീതിയിലാണിപ്പോൾ. മുൻ ശുചീകരണ തൊഴിലാളി എന്തൊക്കെയാകും അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തിയത്? കൊലയാളികളെക്കുറിച്ചും ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ചും തുറന്നു പറഞ്ഞിട്ടുണ്ടാകുമോ? പോലീസിന്റെ ഇനിയുള്ള നീക്കം നിർണായകമാണ്. മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയെന്ന് സംശയിക്കുന്ന സ്ഥലങ്ങളിൽ ഉടൻ പരിശോധന ഉണ്ടാകും. ധർമ്മസ്ഥല കൊലപാതക പരമ്പര കേസിൽ ക്ഷേത്ര പരിസരത്ത് എവിടെയൊക്കെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് മുൻ ശുചീകരണ തൊഴിലാളി മൊഴി നൽകി. പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് ഇയാൾ മൊഴി നൽകിയത്. ക്ഷേത്ര പരിസരത്തെ 3 കിലോമീറ്റർ ചുറ്റളവിലെ വനമേഖലയിലും മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായി 8 മണിക്കൂർ നീണ്ട മൊഴിയെടുപ്പിൽ ഇയാൾ വെളിപ്പെടുത്തി. മംഗളൂരു ഇൻസ്പെക്ഷൻ ബംഗ്ലാവിൽ വെച്ചായിരുന്നു മൊഴി രേഖപ്പെടുത്തിയത്. ും 2014-നും ഇടയിൽ ധർമ്മസ്ഥലയിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായിരുന്നുവെന്നാണ് ശുചീകരണ തൊഴിലാളി നേരത്തെ പോലീസിനോട് വെളിപ്പെടുത്തിയത്. ഇയാൾ പിന്നീട് കോടതിയിലും രഹസ്യമൊഴി നൽകിയിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിന് മുമ്പിലും ഇയാൾ മൊഴി ആവർത്തിച്ചു. അന്വേഷണ സംഘത്തിന്റെ ഹെൽപ്പ് ഡെസ്ക് ഓഫീസ് ബെൽത്തങ്ങാടിയിൽ ഉടൻ തുറക്കും. 2003-ൽ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായ അനന്യ ഭട്ടിന്റെ തിരോധാന കേസും പ്രത്യേക സംഘം അന്വേഷിക്കും. DGP പ്രണബ് മൊഹന്തിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ധർമ്മസ്ഥല കേസ് അന്വേഷിക്കുന്നത്. ന്യൂസ് 18 മംഗളൂരു. യൂട്യൂബർമാർ